ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ 12ാമത്തെ ആഴ്ചയിലെ നോമിനേഷനാണ് അവസാനിച്ചിട്ടുള്ളത്. വളരെ മണ്ടത്തരമാണ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് കാണിച്ചിട്ടുള്ളത്. ഇതിൽ നോക്കുവാണെങ്കിൽ 2 പേര് സേവ് ആയിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ വന്നിട്ടുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ 2 വോട്ടുകളായിട്ട് സാബുമോനുണ്ട്, 2 വോട്ടുകളായിട്ട് നൂറയുണ്ട്, 2 വോട്ടുകളായിട്ട് നെവിനുണ്ട്, ആര്യനുണ്ട്, അനുമോളുണ്ട്. പിന്നീട് നോക്കുവാണെങ്കിൽ 3 വോട്ടുകളായിട്ട് അനീഷ് ഉണ്ട്, അതേപോലെ തന്നെ 3 വോട്ടുകളായിട്ട് അക്ബർ ഉണ്ട്. സോ ഇവിടെ രക്ഷപ്പെട്ടിട്ടുള്ളത് ഒന്ന് ആദിലയും അതേപോലെ തന്നെ 2 ഷാനവാസുമാണ്. സത്യം പറഞ്ഞാൽ ആദില നോമിനേഷനിൽ വരേണ്ടത് തന്നെയായിരുന്നു. കുറച്ച് കണ്ടസ്റ്റൻസ് ഓടി നടന്നു, ഓരോരോ കണ്ടസ്റ്റൻസ് എവിടെയൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഓടിപ്പോൾ ആരെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ സാബുമോനൊക്കെയാണ് ഇത് കുളമാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് സാബുമോനെ നോമിനേറ്റ് ചെയ്ത് ഒന്ന് അനീഷും 2 നെവിനുമായിരുന്നു. അപ്പോൾ ഇവരെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പകരം വീട്ട് എന്നുള്ള രീതിയിൽ അവരെ 2 പേരാണ് തിരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ആദിലേക്ക് ഒരു വോട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഷാനവാസിന് ഒരു വോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായ രീതിയിൽ തന്നെ വിനിയോഗിച്ച് അത് അവരെയും കൂടെ നോമിനേഷനിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഇവിടെ അക്ബറിനാണെങ്കിലും അനീഷിനാണെങ്കിലും ആ ഒരു വോട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അപ്പൊ അതൊരു മണ്ടൻ ഗെയിമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പം നൂറ കുറച്ചുകൂടെ സേഫ് ആണ്. കാരണം അവർ 2 പേരും കൂടെ വരുമ്പോഴാണ് അവർക്ക് കുറച്ചുകൂടെ ഡേഞ്ചർ ആയിട്ട് വരുന്നത്. ഇപ്പൊ അവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരാണെങ്കിൽ വലിയ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇനിയിപ്പം സേഫ് ആണ്. ഇനി അതല്ല 2 പേര് വരുവാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻസ് എന്തായാലും പോകുന്നത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അതിലേക്ക് നോമിനേഷനിൽ വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെ ആയിരുന്നു. പേഴ്സണലി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഷാനവാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ എന്തായാലും വരേണ്ട ഒരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. എന്തായാലും ഇവിടെ അതിൽ സേഫ് ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയും മത്സരാർത്ഥികളിൽ നിന്ന് നിങ്ങൾ ഇനി ഏറ്റവും അധികം തന്നെ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന മത്സരാർത്ഥികളുടെ പേര് എന്ത് തന്നെയാണെങ്കിലും കമന്റിലൂടെ രേഖപ്പെടുത്തിക്കോളൂ. എന്തായാലും 1, 2, 3 മത്സരാർത്ഥികൾ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല.